സംസ്ഥാന സർക്കാരിന്റെ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പൂർത്തിയാക്കുന്ന ആദ്യ നഗരസഭയായി മലപ്പുറം. മലപ്പുറത്തെ മാലിന്യ കൂമ്പാരമായിരുന്ന പുളിയേറ്റുമ്മൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് മാലിന്യ വിമുക്തമാക്കി വീണ്ടെടുത്തു. മാലിന്യം സംസ്കരിച്ച് വീണ്ടെടുത്ത ഭൂമിയിൽ ഗോൾ കീപ്പറായി നിന്ന പി ഉബൈദുള്ള MLAയെ കാഴ്ചക്കാരനാക്കി മന്ത്രി ഷൂട്ടൌട്ടിലൂടെ ഗോൾ നേടി. മലപ്പുറം നഗരത്തിലെ മാലിന്യം തള്ളിയിരുന്ന പുളിയേറ്റുമ്മൽ ഗ്രൗണ്ടാണ് മാലിന്യം ഒഴിവാക്കി വീണ്ടെടുത്തത്. 4.5 ഏക്കർ ഭൂമിയാണ് തിരിച്ചുപിടിച്ചത്. ലോകബാങ്കിന്റെയും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് മാലിന്യക്കൂനകൾ നീക്കം ചെയ്തത്. സംസ്ഥാനത്തെ 20 നഗരഭരണ പ്രദേശങ്ങളാണ് ഇത്തരം പദ്ധതി നടപ്പാക്കുന്നത്. ഇതിൽ ആദ്യം പൂർത്തിയാക്കുന്നത് മലപ്പുറത്താണ്. മാലിന്യം നീക്കം ചെയ്ത ഭൂമി തിരിച്ചുപിടിച്ചതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി ജനപ്രതിനിധികൾക്കൊപ്പം പന്ത് തട്ടിയത്. മാലിന്യക്കൂമ്പാരമില്ലാത്ത കേരളമെന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. അടുത്തൊരു 1.5 വർഷം കൊണ്ട് കേരളം ഡംസൈറ്റുകളില്ലാത്ത, മാലിന്യക്കൂനകളില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറും എന്ന് അഭിമാനത്തോടെ തന്നെ പറയാം, അസന്നിഗ്ധമായി തന്നെ പറയാം. പുളിയേറ്റുമ്മൽ ഗ്രീൻ ബെൽറ്റ് പദ്ധതി ഉദ്ഘാടനം PK കുഞ്ഞാലിക്കുട്ടി MLA നിർവഹിച്ചു. 4 അടി താഴ്ചയിൽ മാലിന്യങ്ങൾ കുഴിച്ചെടുത്ത് വേർതിരിച്ച് 10,800 മെട്രിക് ക്യൂബ് മാലിന്യമാണ് വിവിധ ഫാക്ടറികളിലേക്കും നിർമ്മാണ മേഖലയിലേക്കും കയറ്റി അയച്ചത്. വർഷങ്ങളായി മലപ്പുറം നഗരപ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങളായിരുന്നു പുളിയേറ്റുമ്മൽ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ തള്ളിയിരുന്നത്. തിരിച്ചെടുത്ത ഭൂമിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കൺവെൻഷൻ സെന്റർ, കോർട്ട്, ടർഫ് ഗ്രൗണ്ട്, പാർക്ക്, ഓപ്പൺ ജിം ഉൾപ്പെടെ സജ്ജമാക്കാനാണ് നഗരസഭയുടെ പദ്ധതി. മീഡിയ 1 മലപ്പുറം.